അങ്ങനെ പ്ലാനറ്റ് ആപ്പിളിൻ്റെ മറ്റൊരു വീക്ക്ലി ന്യൂസ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ആപ്പിളിൻ്റെ ലോകത്ത് സംഭവിച്ചിട്ടുള്ള കുറേ മാറ്റങ്ങൾ, കുറേ പുതിയ ന്യൂസുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളും അടുത്ത വർഷം റിലീസ് ചെയ്യുന്ന ഐഫോൺ 17 സീരീസിൻ്റെ പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ലീക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ജോൺ പ്രോസറാണ്. അദ്ദേഹം വെൽ നോൺ അല്ലെങ്കിൽ വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ലീക്കർ തന്നെയാണ്. അതുപോലെ ഐഫോൺ പ്രോ സീരീസിൽ നമ്മൾ കാണുന്ന ഈ ഒരു ലൈഡാർ സെൻസർ, അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കഴിഞ്ഞ ദിവസം കുറേ യൂസേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയും അതോടൊപ്പം കഴിഞ്ഞ വീക്കിൽ iOS 18.1 അപ്ഡേറ്റ്, ബീറ്റ അപ്ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഫീച്ചർ ആപ്പിൾ ഇപ്പം ബീറ്റ ടെസ്റ്റേഴ്സിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമുക്ക് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നൊരു ഫീച്ചറാണ് ഐഫോണിൽ കോൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ഫങ്ഷണാലിറ്റി ആപ്പിൾ ഇപ്പം എന്തായാലും എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റ് കുറച്ച് ന്യൂസുകളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം തന്നെ ഐഫോൺ 17 സീരീസിൻ്റെ ലീക്സിൽ നിന്ന് തുടങ്ങാം. കാരണം അത് പറയാതിരിക്കാൻ സാധിക്കത്തില്ല, അത്രയധികം മാറ്റങ്ങളാണ് ഐഫോൺ 17 സീരീസിൽ വരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു പരാതിയാണ് ലോവർ എൻഡ് ഐഫോൺ മോഡൽസിന്, അതായത് ബേസ് മോഡൽ വേരിയൻസിനൊന്നും അധികം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. അതിൽ കുറേയധികം ഫീച്ചേഴ്സ് നിസ്സാരം നമ്മൾ മറ്റ് ആൻഡ്രോയിഡ് ഡിവൈസുകളിലൊക്കെ കാണുന്ന കുറേയധികം ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം. അതിന് കുറേ അഴിച്ചുപണികളായിട്ടാണ് ആപ്പിൾ ഐഫോൺ 17 സീരീസ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐഫോൺ 16 സീരീസ് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് ഐഫോൺ 16 സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഐഫോൺ 17 സീരീസ് പർച്ചേസ് ചെയ്യണം എന്നുള്ള 4 കാര്യങ്ങളാണ് നമ്മളിന്ന് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം 120 Hz റീഫ്രഷ് റേറ്റ്. സോ ഇത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത വർഷം 2025 ആപ്പിൾ ഐഫോൺ 17 സീരീസ് റിലീസ് ചെയ്യുന്നത്. ഈ വർഷം 2024 16 സീരീസ് നമ്മൾ ഈ വരുന്ന സെപ്റ്റംബറിലാണ് നമുക്ക് ലഭിക്കുന്നത്. സോ അടുത്ത വർഷം റിലീസ് ചെയ്യുന്ന ഐഫോൺ 17 സീരീസിൻ്റെ 4 മോഡൽസിലും 120 Hz റീഫ്രഷ് റേറ്റ് ഉണ്ടാകും എന്നുള്ളത് കൺഫേംഡ് ആണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല യൂസേഴ്സും ആൻഡ്രോയിഡിൽ നിൽക്കുന്ന ഒരു ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ പോലും ഇതൊരു വെർത്ത് ബൈങ് അല്ല എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്നാണ് 120 Hz റീഫ്രഷ് റേറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു റീഫ്രഷ് റേറ്റ് എക്സ്പീരിയൻസ് ചെയ്തവർ വീണ്ടും ഒരു 60 Hz പോലും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള സത്യം. സോ ആ ഒരു സത്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പം ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ഐഫോൺ 16 സീരീസിലാണെങ്കിലും ലോവർ എൻഡ് മോഡൽസിൽ 120 Hz ഇല്ല, സ്റ്റിൽ 60 Hz തന്നെ ആയിരിക്കും. എന്നാൽ അടുത്ത വർഷം റിലീസ് ചെയ്യുന്ന 17 സീരീസിൽ ആപ്പിൾ അത് കൊണ്ടുവരും എന്നുള്ള കാര്യം കൺഫേം ആയി. രണ്ടാമത്തെ കാര്യം 17 സീരീസിൽ 4 മോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഐഫോൺ 12 മുതൽ 13 വരെ ഐഫോൺ മിനി എന്ന് പറയുന്ന ഒരു സീരീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 14 ഇപ്പം 15 വന്നപ്പം ആപ്പിൾ അത് മിനി എന്നുള്ളത് ഒഴിവാക്കി പ്ലസ് സൈസ് മോഡലാണ് കൊണ്ടുവന്നത്. അങ്ങനെ 15+, 15 പ്രോ, 15 പ്രോ മാക്സ് എന്നുള്ള ഒരു ലൈനപ്പാണ് കറൻ്റ് നമുക്കുള്ളത്. എന്നാൽ 17 സീരീസിലേക്ക് വരുമ്പം ആപ്പിൾ ഈ ഒരു പ്ലസ് സൈസും ഒഴിവാക്കിക്കൊണ്ട് ലോവർ എൻഡ് മോഡലിൽ, അതായത് ഐഫോൺ 17 കഴിഞ്ഞാൽ 17 എയർ എന്ന് പറയുന്ന ഒരു പുതിയ വേർഷൻ, നിലവിലുള്ള ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ലൈനപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ ഐപാഡിൽ നമുക്കൊരു സ്ലിം ഐപാഡുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഡിസൈനും കാര്യങ്ങളൊക്കെ സിമിലറാണ്. പക്ഷേ ഐപാഡിൻ്റെ പുതിയ ഐപാഡ് പ്രോയിൽ വളരെ തിന്നസ്റ്റ് ആയിട്ടുള്ളൊരു ബെസൽസും അല്ലെങ്കിൽ ഡിവൈസാണ് മൊത്തത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ മാക്കിൽ നമുക്കറിയാം മാക്ബുക്ക് എയർ എന്ന് പറഞ്ഞ പോലെ ഐഫോണിലേക്കും ആപ്പിൾ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആ ഒരു ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ റിലീസ് ചെയ്യുന്നു. അതാണ് 17 എയറോ സ്ലിമോ ഈ ഒരു പേരിലായിരിക്കും അറിയുന്നത്. പക്ഷേ ജോൺ പ്രോസർ കഴിഞ്ഞ ദിവസം അദ്ദേഹം റിലീസ് ചെയ്ത വീഡിയോയിൽ മെൻഷൻ ചെയ്ത അല്ലെങ്കിൽ റെഫർ ചെയ്തത് ഐഫോൺ എയർ എന്നുള്ളതാണ്. സോ ഐഫോൺ 17 സീരീസിൽ 4 മോഡൽസിൽ 1 എയർ ആയിരിക്കും, ബാക്കിയുള്ളത് 2 പ്രോ മോഡൽസ് ആയിരിക്കും. 3 ഇപ്പോൾ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ ഇപ്പം റിലീസ് ചെയ്യാൻ പോകുന്ന ഐഫോൺ 16 സീരീസിൽ വരുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സെൻസറായിരിക്കും ആപ്പിൾ ഫ്രണ്ട് ഫേസിങ്ങിൽ അല്ലെങ്കിൽ സെൽഫി ക്യാമറയിൽ കൊടുക്കാൻ പോകുന്നത്. അതായത് 24 മെഗാ പിക്സലിൻ്റെ ഒരു പുതിയ സെൻസറായിരിക്കും ആപ്പിൾ ഫ്രണ്ട് ഫേസിങ്ങിൽ കൊടുക്കാൻ പോകുന്നത്. 4 അണ്ടർ ഡിസ്പ്ലേ ഫേസ് ID. ഐഫോൺ 10 മുതലാണ് നമുക്കറിയാം ഫേസ് ID എന്ന് പറയുന്ന ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അത് വ്യത്യസ്തമായിട്ടുള്ളൊരു ടെക്നോളജി തന്നെയാണ്. നമ്മളെ ആൻഡ്രോയിഡ് ഡിവൈസിൽ കാണുന്ന ഐറിസ് സ്കാനർ, മറ്റുള്ള ഒരു ഒത്തൻറ്റിക്കേഷൻ, ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ പോലെ അല്ല ഫേസ് ID ഫങ്ഷൻ ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആണ്, കംപ്ലീറ്റ്ലി ആ ഒരു എഞ്ചിനീയറിംഗ് ഡിഫറെൻ്റ് ആണ്. കാരണം ഡോൾ പ്രൊജക്റ്റേഴ്സ് നമ്മുടെ ഫേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അതാണ് നമ്മളെ ഫേഷ്യൽ മസിൽസിനെ അനലൈസ് ചെയ്തിട്ടാണ് അത് അൺലോക്ക് ആകുന്നത് അല്ലെങ്കിൽ ആ ഒരു ബയോമെട്രിക് ഫങ്ഷൻ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഫേസ് ID എന്ന് പറയുന്ന ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തത് നമ്മുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ നോച്ച് എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്നുകൊണ്ടാണ്. ഐഫോൺ 10 വലിയൊരു നോച്ച് ആയിരുന്നു. എന്നാൽ ഐഫോൺ 12 ആ ഒരു മോഡൽസിൽ കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നെങ്കിലും ഐഫോൺ 13 ആ ഒരു നോച്ചിനെ കുറച്ചും കൂടെ ഷ്രിങ്ക് ഡൗൺ ചെയ്ത് ആപ്പിൾ കൊണ്ടുവന്നത്. എന്നാൽ ഐഫോൺ 13 നിന്ന് ഐഫോൺ 14 പ്രോ സീരീസിലേക്ക് വന്നപ്പം ആപ്പിൾ അത് ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞ പുതിയൊരു
ഫങ്ഷണാലിറ്റി ആ ഒരു നോച്ചിലേക്ക് ആഡ് ചെയ്യുകയും ആ നോച്ചിൻ്റെ സൈസ് അല്ലെങ്കിൽ ആ നോച്ചിൻ്റെ അറേ സിസ്റ്റം മൊത്തത്തിലൊന്ന് റീഫ്രെയിം ചെയ്ത് കുറച്ചും കൂടെ ഷ്രിങ്ക് ഡൗൺ ചെയ്ത് ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. എന്നാൽ iPhone 17 സീരീസിലേക്ക് വരുമ്പം ആപ്പിൾ അണ്ടർ ഡിസ്പ്ലേക്ക് അണ്ടറിൽ വരാൻ പോകുന്ന ഒരു ടൈപ്പിലുള്ള നോച്ചായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ടെക്നോളജി വരുന്നത് കൊണ്ട് തന്നെ നമ്മളെ നിലവിലുള്ള ആ ഒരു ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ ഫീച്ചർ ചിലപ്പോൾ ആപ്പിൾ നിലനിർത്തും. കാരണം അതിലേക്ക് കുറേ അധികം ഒപ്റ്റിമൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സംഭവം നിലനിർത്തിക്കൊണ്ട് തന്നെ നോച്ച് എന്ന് പറയുന്ന സംഗതി ആപ്പിൾ കംപ്ലീറ്റ്ലി ഡിച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രയാണമാണ് ഇതിലൂടെ 17 സീരീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്, നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾ ആ ഒരു അവരുടെ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പൈഡറിനെ, ഒരു 8 കാലിനെ ജസ്റ്റ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴൊക്കെ നമ്മൾ ആ ഫോണിൽ ടാപ്പ് ചെയ്യുന്നു, അതായത് ഫോക്കസ് കൃത്യമാകാൻ വേണ്ടി ടാപ്പ് ചെയ്യുന്നു, ആ ടാപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ സ്പൈഡർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമുക്ക് ഫോണിൽ വെച്ച് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെയുള്ള ഒബ്ജക്റ്റ് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഫോക്കസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആ ഒരു സബ്ജക്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അവിടെ നിൽക്കുന്ന ആ സബ്ജക്റ്റ് ജീവനുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഒരിക്കലും റെസ്പോണ്ട് ആകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ആ ഒരു 8 കാലി നമ്മൾ കൊടുക്കുന്ന ഓരോ ടാപ്പിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് പുറകിലുള്ള സംഗതിനെ പറ്റി ഞാൻ വിശദമായിട്ട് ഗൂഗിളിലൊന്ന് സെർച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കി. അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചതാണ്, അതായത് നമ്മുടെ ഈ ലൈഡാർ സെൻസർ എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസറാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ച് എന്നുള്ളതാണ്. ഈ ലൈഡാർ സെൻസർ എന്ന് പറയുന്നതാണ് ഈ ക്യാമറയുടെ താഴെയായിട്ട് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ ക്യാമറയുടെ താഴെയായിട്ട് കാണുന്ന ഒരു കറുത്ത വട്ടമാണ് ലൈഡാർ സെൻസർ. അതായത് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ടോർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റ് അല്ല, നമുക്ക് വിസിബിൾ അല്ലാത്ത ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്, അതാണ് ഇൻഫ്രാറെഡ്. ആ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ലൈഡാർ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. വലിയ ടെക്നിക്കൽ ടേം അല്ലെങ്കിൽ വലിയ ടെക്നിക്കാലിറ്റിയിലേക്ക് പോകാതിരിക്കാൻ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ കാര്യം പറയുന്നത്. അപ്പോൾ എന്തിനാണ് ആപ്പിൾ ഈ ഒരു സംഭവം ഇതിനകത്ത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ നൈറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത്, നമ്മൾ പോർട്രേറ്റ് ഫോട്ടോ ആണ് എടുക്കുന്നതെങ്കിൽ, നൈറ്റ് മോഡ് വേണമെന്നില്ല, ഏത് ടൈമിലും നമ്മളിപ്പം പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ഒരു ലൈഡാറിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത്ത് അത് നമ്മളുടെ ഫോൺ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ആപ്പർച്ചർ എന്ന് പറയുന്ന സംഭവമാണ്, അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡെപ്തിനെ കണക്കാക്കുന്നത് ആപ്പർച്ചർ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ലൈഡാർ സെൻസർ വർക്കാകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോ എടുക്കാൻ ഒരു സബ്ജക്റ്റിനെ ഫ്രണ്ടിൽ വെച്ചു, നമ്മൾ ഫോക്കസ് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ആവും. അതല്ല നിങ്ങൾ ഇനി മാനുവലി ടാപ്പ് ചെയ്ത് ഫോക്കസ് ചെയ്യുവാണ് എന്ന് വെച്ചു, ആ ഒരു ടൈമിൽ ഈ ഒരു സെൻസറും ഈ ഒരു സബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അളക്കുന്നത് ഈ ലൈഡാർ സെൻസറിൽ നിന്ന് വരുന്ന, ഞാൻ പറഞ്ഞു, ഒരു ബീം ഓഫ് ലൈറ്റാണ്. അത് നമുക്ക് ഇൻഫ്രാറെഡാണ്, അത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ ഒരു പൾസ്ഡ് ലേസറ് നമ്മൾ ഈ പറഞ്ഞ ഇൻസെക്ട്സിന് ചിലതിന് കാണാൻ സാധിക്കും. ഇത് കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ ടാപ്പിലും നമ്മുടെ ആ ഒരു ടാപ്പ് അനുസരിച്ച് ആ ഒരു സ്പൈഡർ ആ വീഡിയോയിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നതുകൊണ്ടല്ല, നമ്മുടെ ഈ ഒരു ലൈഡാർ സെൻസറിൽ നിന്ന് വരുന്ന ആ ഓരോ ടാപ്പുകൾ ഓരോ ബീം ഓഫ് ലൈറ്റാണ്. ആ ബീം ഓഫ് ലൈറ്റ് അവിടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനത് ഡിക്റ്റേറ്റ് ചെയ്യാനും ആ സ്പൈഡറിന് അത് ഡിക്റ്റേറ്റ് ചെയ്യാനും അതിനനുസരിച്ചുള്ള റെസ്പോണ്ട് അത് ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണ്. മൂന്നാമത്, ആപ്പിൾ പേ നമുക്കറിയാം ഇന്ത്യയിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ഓൾറെഡി നിങ്ങളുടെ ഐഫോണിൽ ആപ്പിൾ പേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കും സ്റ്റിൽ നിങ്ങളുടെ ഫോണിൽ ആപ്പിൾ പേ എനേബിൾഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നോർമലായിട്ടുള്ള NFC എനേബിൾഡ് ആയിട്ടുള്ള POS മെഷീനിലും നിങ്ങളുടെ ആപ്പിൾ പേ ഇവിടെയും യൂസ് ചെയ്യാൻ സാധിക്കും, യാതൊരു കുഴപ്പവും കൂടാതെ. കാരണം ആപ്പിൾ പേ ഒരിക്കലും വർക്ക് ചെയ്യുന്നത് കൺട്രിയോ ലൊക്കേഷനോ ബേസ് ചെയ്തിട്ടല്ല, അതായത് ബാങ്കുകളുടെ ബേസിലെസ്സിലാണ്. കാരണം ഇന്ത്യയിലുള്ള ഒരു ബാങ്കുകളും ആപ്പിൾ പേയിൽ സപ്പോർട്ടഡ് അല്ല. അതോടൊപ്പം ഇവിടുത്തെ ഗവൺമെൻറ് നിയമങ്ങളും കുറേ അധികം വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ആപ്പിളിന് ഇവിടെ ആപ്പിൾ പേ ഇമ്പോസ് ചെയ്യാൻ സാധിക്കാത്തത്. പക്ഷേ നിങ്ങൾ ഓൾറെഡി മറ്റേതെങ്കിലും രാജ്യത്തുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ വരുമ്പം നിങ്ങൾക്ക് പെട്രോൾ പമ്പിൽ നിന്നോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ആപ്പിൾ പേ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ സാധിക്കും, യാതൊരു തടസ്സവും അതിനകത്തുണ്ടാകത്തില്ല. അതോടൊപ്പം കാനഡയിലും ഓസ്ട്രേലിയയും ഉള്ളവർക്ക് വേണ്ടി ഒരു കാര്യം കൂടെ വരാം. ആപ്പിൾ കഴിഞ്ഞ ദിവസം ആപ്പിൾ അക്കൗണ്ട് കാർഡ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ആപ്പിൾ ഇപ്പം എനേബിൾ ചെയ്തിട്ടുണ്ട്. 2022 ആപ്പിൾ ആദ്യമായിട്ട് ആപ്പിൾ അക്കൗണ്ട് കാർഡ്സ് എനേബിൾ ചെയ്തത്. അതിന് മുന്നേ iTunes കാർഡായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ആപ്പിൾ അക്കൗണ്ട് കാർഡ് ഇപ്പം കാനഡയിലും ഓസ്ട്രേലിയയും എനേബിൾഡ് ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റുകൾ, അതായത് ആപ്പിളിൻ്റെ സ്റ്റോറിലോ ആപ്പിളിൻ്റെ ഓൺലൈൻ സ്റ്റോറിലോ ഉള്ള പല പേയ്മെൻറ്റുകളും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ആപ്പിൾ അക്കൗണ്ട് കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇതിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ആപ്പിൾ iOS 18.1 അപ്ഡേറ്റിലൂടെ കൊണ്ടുവന്ന ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
അത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി, അതായത് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പുതിയ മാറ്റങ്ങൾ, പുതിയ ഫീച്ചേഴ്സിനെ പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, ഇപ്പോൾ എൻ്റെ പ്രൈമറി ഡിവൈസിൽ ഞാൻ റൺ ചെയ്യുന്ന iOS 18 ആണ്. അതിലെ കോൾ റെക്കോർഡിങ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആപ്പിളിൽ നമ്മൾ ഈ ആപ്പിൾ യൂസേഴ്സ് മിസ് ചെയ്യുന്നൊരു കാര്യമാണ് കോൾ റെക്കോർഡിങ്. ആ ഒരു പരാതി ആപ്പിൾ പരിഹരിച്ചു, അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇതിൽ ഒരു ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് വെച്ചാൽ iPhone 15 സീരീസിൽ മാത്രമേ ഉള്ളൂ, അതായത് 15 Proയിലും 15 Pro Maxിലും മാത്രമേ ഉള്ളൂ കോൾ റെക്കോർഡിംഗ് ഉള്ളത്. ബാക്കി ഒരു ഡിവൈസിലും iOS 18 ഫംഗ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി ഒരു ഡിവൈസിലും ആപ്പിൾ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ കാര്യം കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം ആപ്പിൾ ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യാൻ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒന്നും ഒരു സഹായവും ആവശ്യമില്ല. പക്ഷേ ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ന്യൂറൽ എഞ്ചിൻ അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് പവർ ഉള്ള ഡിവൈസുകളിലെ ആ ഒരു ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ വർക്ക് ആകത്തുള്ളൂ. 13ലും 14ലും ഒക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറാണ് ഉള്ളത്. സോ 100% ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വളരെ മോശമായി പോയി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ ഒരു കോൾ റെക്കോർഡിങ്ങും ലൈവ് ട്രാൻസ്ക്രിപ്ഷനും ചെയ്യാൻ ഇതിന് മാത്രം പവറിൻ്റെ ആവശ്യമൊന്നുമില്ല. iPhone 13നും 14നും അത്ര മോശമായിട്ടുള്ള ഡിവൈസും അല്ല. കുറേയധികം യൂസർ ബേസ് ഉള്ള 2 ഡിവൈസുകളാണ് ഇത്. സോ തീർച്ചയായിട്ടും ആപ്പിളിന് അറ്റ്ലീസ്റ്റ് എല്ലാ ഡിവൈസിലും കൊണ്ടുവന്നില്ലെങ്കിലും ഈ 2 ഡിവൈസുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. എനിവേ, ഇതൊക്കെയാണ് കഴിഞ്ഞ വീക്കിൽ ആപ്പിളിൻ്റെ ലോകത്ത് സംഭവിച്ചിട്ടുള്ള കുറച്ച് ന്യൂസുകൾ, കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.